നമസ്കാരം. ആരോഗ്യദീപത്തിലേക്ക് സ്വാഗതം. ഞാൻ മൈൻഡ് ഡിസൈനർ മജീഷ്യൻ ആർ.കെ. മലയത്ത്. ആരോഗ്യരംഗത്ത്, പ്രത്യേകിച്ചും ക്യാൻസർ രംഗത്ത് അതിവിപ്ലവകരമായ ഒരു മാറ്റത്തിന് വഴിതെളിയിച്ചിരിക്കുകയാണ് വാക്സിൻ്റെ കണ്ടുപിടുത്തം. ഇതിനെക്കുറിച്ചാണ് ഡോക്ടർ വാസുദേവൻ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. രോഗത്തിൽ നിന്നും ശരീരത്തെ പ്രതിരോധിക്കുന്ന ഒന്നാണ് വാക്സിനുകൾ. ക്യാൻസറിൻ്റെ കാര്യത്തിൽ രണ്ട് തരം വാക്സിനുകൾ ലഭ്യമാണ്. ഒന്ന്, രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന വാക്സിനുകളും രോഗം വന്നാൽ ചികിത്സിക്കാൻ കഴിയുന്ന വാക്സിനുകളും. രോഗത്തെ പ്രതിരോധിക്കുന്ന രണ്ട് തരം വാക്സിൻ ഇന്ന് ലോകത്ത് ലഭ്യമാണ്. അതിലൊന്നാമത്തേത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ശാരീരിക ബന്ധത്തിൽ കൂടിയാണ് പകരുന്നത്. അങ്ങനെയുള്ള ആ പകർച്ചയുടെ ഭാഗമായിട്ട് സ്ത്രീകളിലെ സെർവിക്സും വജൈനായും, പുരുഷന്മാരിലെ ജനനേന്ദ്രിയത്തിലും തൊണ്ടയിലും കഴുത്തിലും ക്യാൻസറുകൾ വരുന്നു. അതിനെ തടയാനാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. രണ്ടാമത്തെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തം പിടിപെട്ട ആൾക്കാരിൽ കുറച്ച് പേർക്ക് സിറോസിസ് ലിവർ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരുന്നു. ആ സിറോസിസ് ലിവർ പിന്നീട് കരളിലെ ക്യാൻസറായി രൂപാന്തരപ്പെടുന്നു. അതിനെ തടയാൻ വേണ്ടിയാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്നത്. ഇന്ന് സാധാരണയായി സ്കൂളുകളിൽ കുട്ടികളിൽ തന്നെ ഈ വാക്സിൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ വാക്സിൻ എന്ന് പറയുന്നത് രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന വാക്സിനുകളാണ്. അസാധാരണമായി ദ്രുതഗതിയിൽ വളരുന്ന ക്യാൻസർ കോശങ്ങളിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ശരീരത്തെ പരിശീലിപ്പിക്കുകയാണ് ഈ വാക്സിൻ ചെയ്യുന്നത്. രോഗപ്രതിരോധ സംവിധാനത്തെ ക്യാൻസറുമായി ബന്ധപ്പെട്ട ആൻറ്റിജൻ തന്മാത്രകളുമായി സമ്പർക്കത്തിലാക്കി ക്യാൻസർ കോശങ്ങൾക്കെതിരെ സെല്ലുകളെയും ആൻറ്റിബോഡികളെയും നിർമ്മിച്ച് അവയെ തിരിച്ചറിയാനും നശിപ്പിക്കാനും ഈ വാക്സിൻ പ്രാപ്തമാക്കുന്നു. ഈ വാക്സിൻ 3 തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഒന്ന്, ക്യാൻസർ വളരുന്നതോ പടരുന്നതോ തടയുന്നു. രണ്ടാമത്, ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം ഓപ്പറേഷനോ റേഡിയോതെറാപ്പി, കീമോതെറാപ്പിക്ക് ശേഷം അവശേഷിക്കുന്ന ക്യാൻസർ കോശങ്ങളെ തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുന്നു. മൂന്നാമത്, ചികിത്സയ്ക്ക് ശേഷം ക്യാൻസർ തിരിച്ചു വരുന്നത് തടയുന്നു. ലോകത്ത് അംഗീകരിച്ച 3 തരം വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഒന്ന്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള വാക്സിൻ. രണ്ടാമത്തത് ബ്ലാഡർ ക്യാൻസറിനുള്ള വാക്സിൻ. മൂന്നാമത്തത് മലിഗ്നൻ്റ് മെലനോമ എന്ന് പറയുന്ന ത്വക്കിലുണ്ടാകുന്ന ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ. ഈ പരീക്ഷണത്തിലുള്ള വാക്സിനുകളാണ്. ഒന്ന്, പാങ്ക്രിയാസിനുണ്ടാകുന്ന ക്യാൻസറിനുള്ള വാക്സിൻ. തൊണ്ടയിലും കഴുത്തിലും ഉണ്ടാകുന്ന അർബുദത്തിനുള്ള വാക്സിൻ. അതേപോലെ തന്നെ ശ്വാസകോശ അർബുദത്തിനുള്ള വാക്സിൻ. ലോകത്ത് പ്രതിവർഷം 1.8 ദശലക്ഷം ലങ് ക്യാൻസർ രോഗികൾ മരണപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു വാക്സിൻ്റെ കണ്ടുപിടുത്തത്തിലാണ് ഇന്ന് ലോകം. ആദ്യമായി ഉപയോഗിക്കുന്നൊരു വാക്സിൻ എന്ന് പറയുന്നത് BNT116 എന്ന് പറഞ്ഞ വാക്സിനാണ്. അത് അമേരിക്ക, ഇംഗ്ലണ്ട്, സ്പെയിൻ, പോളണ്ട്, ജർമ്മനി, ഹംഗറി, തുർക്കി എന്നീ രാജ്യങ്ങളിലായി 34 കേന്ദ്രങ്ങളിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫേസ് 1ഉം 2ഉം. ഇതിൻ്റെ ആദ്യ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വാക്സിൻ ചികിത്സയ്ക്ക് വളരെ ഫലപ്രദമാണെന്നാണ്. ഇനിയും 2ാം ഘട്ടം 3ാം ഘട്ട പരീക്ഷണം കഴിഞ്ഞതിന് ശേഷമേ ഈ വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പറയാനാവുള്ളൂ. ഈ വാക്സിൻ COVID-19 വാക്സിൻ പോലെ മെസഞ്ചർ RNA ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വാക്സിനാണ്. രണ്ടാമത്തെ ക്യാൻസർ വാക്സിൻ റഷ്യയിലുണ്ടാക്കുന്ന വാക്സിനാണ്. ഇതും മെസഞ്ചർ RNA ടെക്നോളജി തന്നെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വാക്സിനാണ്. ഇതിൻ്റെ പ്രത്യേകത ഓരോ രോഗിക്കും അവരുടെ ശരീരത്തിൻ്റെ അനുസൃതമായിട്ടുണ്ടാക്കുന്ന വാക്സിൻ ആണ് എന്നുള്ളതാണ്. അതായത് ക്യാൻസർ രോഗികളുടെ കോശങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ആൻറ്റിജൻ തന്മാത്രകൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിനാണ്. അത് ഏതാണ്ട് 3 ലക്ഷത്തോളം റൂബിൾ വില വരുമെന്നാണ് റഷ്യൻ ഗവൺമെൻറ് പറയുന്നത്. ഈ റഷ്യയിലുള്ള എല്ലാ ക്യാൻസർ രോഗികൾക്കും ഈ വാക്സിൻ സൗജന്യമായി കൊടുക്കും എന്ന് ഗവൺമെൻറ് പറയുന്നു. 2025 ഇതിൻ്റെ ഫേസ് 3 ട്രയൽ കഴിഞ്ഞ് വാക്സിൻ പുറത്തിറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ വിദഗ്ധർ പറയുന്നത് വളരെ കർശനമായ പരിശോധനയും നിരീക്ഷണവും ഡേറ്റ അനാലിസിസും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വാക്സിൻ പുറത്തിറക്കാവൂ എന്നാണ്. മൂന്നാമത്തെ ശ്വാസകോശ അർബുദത്തിനുള്ള വാക്സിൻ ക്യൂബയിലുണ്ടാക്കിയ വാക്സിനാണ്. സിമാവാക്സ് എന്നാണ് ഈ വാക്സിൻ്റെ പേര്.
ഇതിൻ്റെ ടെക്നോളജി പ്രത്യേകതയുള്ളതാണ്. ഒന്നാമത് ക്യാൻസർ കോശങ്ങൾ വളരണമെങ്കിൽ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഈ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ആ പ്രോട്ടീനെ നശിപ്പിക്കുകയാണ് ഈ വാക്സിൻ ചെയ്യുന്നത്. ഇത് ഹവായിയിലെ സെൻറ്റർ ഫോർ മോളിക്കുലാർ ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന സ്ഥാപനം വികസിപ്പിച്ചെടുത്ത വാക്സിനാണ്. ഇതിൻ്റെ ആൻറ്റിബോഡികൾ അതുമൂലം രക്തത്തിലുള്ള എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടറിൻ്റെ അളവ് ഗണ്യമായി കുറയുകയും ഇത് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കാൻ പര്യാപ്തമാവുകയാണ്. അപ്പോൾ ഇത് ശ്വാസകോശ ക്യാൻസറിന് മാത്രമല്ല മറ്റെല്ലാ ക്യാൻസറിനും ഇത് ഫലപ്രദമാണ് എന്ന് അവകാശപ്പെടുന്നു. കുടലിലെ ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ, ബ്രസ്റ്റിലെ ക്യാൻസർ എന്നിവയ്ക്കെല്ലാം ഈ വാക്സിൻ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഏതാണ്ട് 2011 മുതൽ ഈ വാക്സിൻ ക്യൂബയിൽ ലഭ്യമാണ്. വിവിധ രാജ്യങ്ങളിലായിട്ട് 5000 രോഗികളെ പരീക്ഷണത്തിൽ ഈ വാക്സിൻ ഫലപ്രദമാണെന്നും അവരുടെ ആയുർദൈർഘ്യം ഏതാണ്ട് 8 മാസം മുതൽ 20 മാസം വരെ നീണ്ടു പോയിട്ടുണ്ട് എന്നും ഈ കമ്പനി അവകാശപ്പെടുന്നു. അതേസമയം ഈ വാക്സിൻ മറ്റ് രാജ്യങ്ങളിൽ പരീക്ഷണം നടത്താത്തതുകൊണ്ട് ജപ്പാനും അമേരിക്കയും പല യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഒരു ധാരണാപത്രം ഒപ്പിടുകയുണ്ടായി. അതിനനുസരിച്ച് അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള റോസ്വെൽ പാർക്ക് കോംപ്രിഹെൻസീവ് ക്യാൻസർ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം ഈ വാക്സിൻ്റെ പരീക്ഷണം നടത്തുകയുണ്ടായി. അതിൻ്റെ 1ാം ഘട്ടം 2ാം ഘട്ടം പരീക്ഷണം കഴിഞ്ഞപ്പോൾ ഈ വാക്സിൻ ക്യാൻസർ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു വാക്സിനാണെന്ന് അവർ അഭിപ്രായപ്പെടുകയുണ്ടായി. അതുകൂടാതെ ഈ വാക്സിനും അതോടൊപ്പം ക്യാൻസർ ചികിത്സയ്ക്ക് ഉതകുന്ന നിമോലുമാഗ് എന്ന് പറയുന്ന മരുന്നും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ രോഗികൾക്ക് മെച്ചപ്പെട്ട ഫലം കിട്ടുമോ എന്നതിനെക്കുറിച്ച് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. രണ്ടാമത് ക്യൂബക്കാരുണ്ടാക്കിയ ഒരു വാക്സിനാണ് വാക്സിറ എന്ന് പറയുന്ന വാക്സിൻ. ആ വാക്സിനാവട്ടെ ക്യാൻസർ വന്ന് ഓപ്പറേഷനും കീമോതെറാപ്പിയും കഴിഞ്ഞ ആൾക്കാരിൽ ഈ വാക്സിൻ ഫലപ്രദമാണ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായി ഈ വാക്സിനെക്കുറിച്ചുള്ള പരീക്ഷണഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ശ്വാസകോശ ക്യാൻസറിനെതിരെ ഒരു വാക്സിൻ ഫലപ്രദമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ 2025 കൂടിയോ 26 അങ്ങനെയുള്ള ഒരു വാക്സിൻ പുറത്തു വരും എന്ന പ്രത്യാശ കൂടി നമുക്ക് കാത്തിരിക്കാം.